ഹിന്ദു പത്രത്തിൽ ഒരു മെസ്സേജ് ഉണ്ട്. 3 കോളം വാർത്ത പോലെയാണ് കോളത്തിൽ കൊടുത്തിരിക്കുന്നു. ആ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് ലോക ചരിത്രത്തിലെ ഏറ്റവും ദീർഘകാലം യുദ്ധം നടത്തിയ രാജ്യങ്ങൾ തമ്മിലല്ല എന്നാണ്. ലോക വന്യജീവി ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു സന്ദേശമാണ് ദ ഹിന്ദു പത്രം നന്നായിട്ട് കൊടുത്തിരിക്കുന്നത്. ആദ്യകാലത്ത് മനുഷ്യരും മൃഗങ്ങളും ഒക്കെ വനത്തിൽ ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത്. എല്ലാ സ്ഥലവും വനം തന്നെയായിരുന്നു. പിന്നീട് മനുഷ്യർ കാടിറങ്ങി പട്ടണങ്ങളും നഗരങ്ങളും ഒക്കെ പണിതു. മനുഷ്യർ പട്ടണത്തിലേക്കും നഗരത്തിലേക്കും മാറിയപ്പോൾ കാട്ടിൽ മൃഗങ്ങൾ മാത്രമായി. കാട്ടിലെ മരങ്ങൾ ഈ കൂടുതൽ പട്ടണങ്ങളും നഗരങ്ങളും വീടുകളും ഒക്കെ പണിയാൻ വേണ്ടി മുറിച്ചു. കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യാൻ വേണ്ടി വനം മുറിച്ചു. അങ്ങനെ ചൂട് കൂടി. ഈ ചൂട് കൂടിയപ്പോൾ മൃഗങ്ങൾക്ക് അവർക്ക് സമയത്ത് കിട്ടേണ്ട ഭക്ഷണം, അവർക്ക് കുടിക്കാൻ ആവശ്യത്തിന് വെള്ളം, ഇതൊന്നും ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഇത് കൂടാതെ ഈ കാട്ടിൽ കൂടെ നമ്മൾ റോഡ് പണിതു, റെയിൽവേ പണിതു, തുരങ്കം പണിതു, അതിൻ്റെ അടിയിൽ കൂടെ എല്ലാവരും അതിന് മുകളിൽ കൂടെ പല പല കാര്യങ്ങളും, ഇലക്ട്രിസിറ്റി ലൈൻ വലിച്ചു, HT ലൈനൊക്കെ വലിച്ചു. ഈ അവസരത്തിൽ തന്നെ 2 വാർത്തകളും കേരളത്തിൽ വന്നു. ഒന്ന്, കേരളത്തിൽ ചൂട് വളരെ കൂടിക്കൂടി വരികയാണ്. 41 ഡിഗ്രിയുടെ മുകളിലേക്ക് പോകുന്നു. 8 ജില്ലകളിൽ മുന്നറിയിപ്പ് വരെ പുറപ്പെടുവിച്ചു. രണ്ടാമത്തെ വാർത്ത വന്നിരിക്കുന്നത് കഴിഞ്ഞ 2 മാസം 8 പേരെ ഈ വന്യമൃഗങ്ങൾ കൊന്നു എന്നുള്ളതാണ്. ഈ അടുത്ത ദിവസം നാട്ടുകാരെ മാത്രമല്ല, ഒരു ആദിവാസി മൂപ്പൻ്റെ ഭാര്യ വരെ കാട്ടാന കൊന്നിരിക്കുന്നു. അപ്പോൾ കാട് അറിയുന്നവർക്കും അറിയാത്തവർക്കുമൊക്കെ ഈ കാട്ടിലുള്ള മൃഗങ്ങളൊരു പ്രശ്നമാണ്. ഈ മൃഗങ്ങൾ ആന മാത്രമല്ല, കാട്ടുപോത്ത്, കാട്ടുപന്നി ഓടിച്ചു എന്ന് പറഞ്ഞ് കിണറ്റി ചാടിയ ഒരു കഥ വരെ വന്നിട്ടുണ്ട്. പുലി, ഇങ്ങനെ പല കാട്ടുമൃഗങ്ങളും ഇപ്പോൾ ആക്രമണ സ്വഭാവം കാണിക്കുന്നു. നാട്ടിലേക്ക് ഇറങ്ങുന്നു, കാട്ടിലേക്ക് ചെന്നാൽ ആക്രമണം. ചൂട് കൂടിയതാകാൻ കാരണം, അതുപോലെ കാലാവസ്ഥ വ്യതിയാനം കാരണം അവർക്ക് സമയത്ത് കിട്ടേണ്ട മാങ്ങയോ ചക്കയോ അല്ലെങ്കിൽ ബാക്കി ഭക്ഷണ സാധനങ്ങളൊന്നും കിട്ടേണ്ട സമയത്ത് കിട്ടുന്നുണ്ടാവില്ല, അല്ലെ ആവശ്യ അളവിൽ കിട്ടുന്നുണ്ടാവില്ല, വെള്ളമുണ്ടാവില്ല. ഇതൊക്കെ ആകാൻ കാരണം. ചൂട് കൂടുമ്പോൾ മനുഷ്യനും അത്ര സുഖമുള്ള കാര്യമല്ലല്ലോ, മൃഗങ്ങൾക്കും അത് തന്നെ. നമ്മൾ ചൂട് കൂടുമ്പോൾ എന്താണ് ചെയ്യുക? AC വെക്കാൻ പറ്റും. നമ്മുടെ വനം മന്ത്രിക്ക് AC ഓഫീസുണ്ട്, AC കാറുണ്ട്. പക്ഷെ മൃഗങ്ങൾക്ക് അതില്ല. കൂടുതൽ റോഡുകളും പാലങ്ങളും പണിത്, ആ റോഡിൽ കൂടി കൂടുതൽ വണ്ടി വാങ്ങി ഓടിച്ച്, കൂടുതൽ കെട്ടിടങ്ങൾ പണിത്, കൂടുതൽ AC വാങ്ങി ഉപയോഗിച്ച്, കൂടുതൽ യാത്ര ചെയ്ത് ആഗോളതാപനം നമ്മൾ കൂട്ടുമ്പോൾ AC ഇല്ലാത്ത ഈ വന്യമൃഗങ്ങൾ എന്തു ചെയ്യും?